അല്ല ഗൈസ്, നമ്മളിന്നൊരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിന്ന് പൊതുവെ ആരും ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക് കൂടിയാണ്. UAE പ്രവാസികൾക്കൊക്കെ പൊതുവെ സംഭവിക്കുന്ന ഒരു 10 മിസ്റ്റേക്കുകൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 10 അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത്ര അബദ്ധങ്ങൾ വരില്ല. അതുമൂലമുണ്ടാകുന്ന സമയ ധന ബന്ധ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നേരെ വിഷയത്തിലേക്ക് വരാം. 10 കാര്യങ്ങളും അതിൻ്റെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നത്. പൊതുവേ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിലൊരു എന്താ പറയുക, ചുരുക്കി പറയുന്നതിനപ്പുറം കാര്യങ്ങൾ വിശദമായി പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. UAE പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ നാട്ടിലെ ബന്ധുക്കൾ കൂടി മനസ്സിലാവുന്ന രീതിയിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് ഒരാളുമായി പാർട്ണർഷിപ്പ് ചേരുന്ന സമയം, വലിയ ആൾക്കാർ, ബിസിനസ് അറിയുന്ന ആൾക്കാർ, സ്ഥാപനങ്ങളൊക്കെ അതിന് അവരുടേതായ ഫോർമാറ്റ്, അതിൻ്റെതായ നിയമങ്ങൾ, കാര്യങ്ങൾ, പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന പാർട്ണർഷിപ്പ് ഷെയറുകളില്ല. പ്രത്യേകിച്ച് പരിചയമുള്ള ആൾക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ നടത്തുന്ന പാർട്ണർഷിപ്പിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്ഥാപനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ അയാൾക്ക് എന്തെങ്കിലും പാർട്ണർഷിപ്പ് പൈസപരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളോട് പറയും, അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയും. അതല്ലെങ്കിൽ വേറെ രീതിയിൽ സംഭവിക്കുകയെങ്കിൽ ഏതെങ്കിലും പ്രവാസികൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നാട്ടിൽ എന്തെങ്കിലും സ്ഥലം വിറ്റ വകയിലോ അതല്ലെങ്കിൽ സ്ഥലം വാങ്ങിയ വകയിലോ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് മണി ആയിട്ട് കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സമയത്ത് കിട്ടിയ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വരുമാനം ഒരു ഹലാലായ രീതിയിൽ വരണം എന്ന ഉദ്ദേശത്തിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ആളുകൾ ചെയ്യാത്തൊരു കാര്യം, സാധാരണക്കാരായ ആൾക്കാർ എന്ത് ചെയ്യില്ല, പൈസ അവിടെ കൊടുക്കും, കൊടുത്തിട്ടൊരു പാർട്ണർഷിപ്പ് എന്ന നിലയ്ക്ക് പരിചയമുള്ള ആളാണല്ലോ, അതിൻ്റെ പേപ്പർ ഉണ്ടെന്ന് ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ നിങ്ങളൊരു കാര്യം അറിയോ, ഈ പേപ്പർ എന്നത് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ബന്ധങ്ങൾ ഒരു ഘടകമായിരിക്കാം. നമ്മളൊരു ബന്ധുവിൻ്റെ, സുഹൃത്തിൻ്റെ ബിസിനസ്സിൽ പാർട്ണറാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പരിചയമുള്ള ആളാണ്. പക്ഷേ ആ പരിചയം മാത്രം പോരാ. ബിസിനസ്സിൽ എപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഡോക്യുമെൻറ്റേഷനാണ്. പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നീട് എന്തെങ്കിലും ലീഗലായി സമീപിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ രേഖകൾ വേണം. ആ രേഖകളിലൂടെ വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൽ നിങ്ങൾ പാർട്ണർഷിപ്പ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ നിങ്ങളുടെ പൈസ നിങ്ങൾ സുരക്ഷിതമാക്കാൻ പറ്റും. ഒന്നാമത്, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളൊരു 20,000 ദിർഹംസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നോക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലാണ് അത് നമ്മൾ കണക്കാക്കുക. ഒന്ന്, ഞാൻ പറയുന്നതിന് ബേസിക്കായ കാര്യങ്ങൾ കേട്ടോ, വളരെ ബേസിക് ആയിട്ടുള്ള അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നത്. 1,00,000 ദിർഹംസാണ് ആ സ്ഥാപനത്തിൻ്റെ ആകെ വില എങ്കിൽ, നമ്മളതിൻ്റെ ഒരു വില കിട്ടുമല്ലോ, ആ വില 1,00,000 ദിർഹംസ് ആണെങ്കിൽ 20,000 20,000 ദിർഹംസിൽ പൈസ ഇടുമ്പോൾ നമ്മൾ 20% അതിൽ പാർട്ണറായില്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 20% പാർട്ണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടത്തിലും നമ്മൾ പാർട്ണറാണ്. എന്നല്ലാതെ മാസം ഒരു 1,000 റുപ്യ തരിക, മാസം ഒരു 500 റുപ്യ തരിക, അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഇല്ല. അത് പലിശയാവുന്ന മാത്രമല്ല, ആ പൈസ അങ്ങനെ ലാഭം കിട്ടുന്നൊന്നും സ്ഥിരമായിരിക്കില്ല. അങ്ങനെയല്ല വേണ്ടത്. ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാസത്തിലൊരു സംഖ്യ എന്നുള്ളത് അവർ 20,000 ദിർഹംസ് കൊടുത്താൽ മാസത്തിൽ 500 റുപ്യ എടുത്തെടുത്ത് കുറച്ച് ചെയ്യുമ്പോൾ തുമ്പില്ലാതാണ് അവസ്ഥ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, റിയൽ ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രോഫിറ്റ്. ഈ ബിസിനസ്സിലെ പാർട്ണർഷിപ്പിൻ്റെ ഒരു സൗന്ദര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മരിച്ചാൽ പോലെ നിങ്ങൾ വീട്ടിലേക്ക് അതിൻ്റെ വരുമാനം എത്തും. അതാണ് യഥാർത്ഥ പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പ് കറക്റ്റ് അതിന് ഭാവിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പേപ്പർ വേണം, ലീഗലായിട്ടുള്ള പേപ്പർ വേണം. അപ്പോൾ ആ പേപ്പർ ഉണ്ടാക്കുന്ന രീതി എങ്ങനെ വെച്ചെങ്കിൽ, നിങ്ങളെന്ത് ചെയ്യുക, 20% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈസൻസിൽ പേര് ചേർക്കുക. ലൈസൻസ് പുതുക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ണറായിട്ട് പേര് ചേർക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലീഗലി ഇതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വക്കാലുണ്ടല്ലോ, നമ്മളെ പവർ ഓഫ് അറ്റോൺ ഉണ്ടാക്കിയാൽ പോലും അതെന്താണ്, അത് ആ സ്ഥാപനം വിൽക്കാനും വാങ്ങാനൊക്കെ ഉള്ള പവർ ഓഫ് അറ്റോൺ. ലൈസൻസിൽ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയുകയാണ്, പല ആൾക്കാരും കരുതിയിട്ടുള്ളത് ലൈസൻസിൽ പേര് ചേർക്കാതെ പുറത്തൊരു വക്കീൽ ഇതൊരു പവർ ഓഫ് അറ്റോണി ഒരു വക്കാലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലൈസൻസിൽ പാർട്ണർഷിപ്പ് 20% പാർട്ണറാണെന്നുള്ള കാര്യം ആ വക്കാലിൽ എഴുതൂല എന്ന് ഒരിക്കലും എഴുതൂല. നമ്മുടെ ലൈസൻസില്ലേ, ട്രേഡ് ലൈസൻസിൽ എത്ര പാർട്ണർഷിപ്പാണുള്ളത് അതിനനുസരിച്ചുള്ള പേപ്പറെ കോർട്ടിന് ഉണ്ടായിട്ടുള്ളൂ. എന്നല്ലാതെ ട്രേഡ് ലൈസൻസിൽ 100% അയാളുടെ പാർട്ണർ, എന്നിട്ട് നിങ്ങളെ 20% പാർട്ണറാണെന്ന് വേറെ പേപ്പർ ഹുക്കുമത്ത് ഉണ്ടാക്കി തരില്ല.
നേരെ കുറച്ച് മ്യൂച്വൽ അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുണ്ടാക്കാൻ പറ്റും. പക്ഷേ ലീഗലി നമ്മൾ ചെയ്യുന്ന ആ തെസ്സിയിൽ പോയിട്ട് ചെയ്യുന്ന ആ ഒരു കോർട്ട് പേപ്പറിൽ നമ്മൾ പൈസ കൊടുത്തതിൻ്റെ ഒരു വാങ്ങിയതിൻ്റെ ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു 20,000 ദിർഹംസ് അയാൾ വാങ്ങി എന്നതിൻ്റെ ഒരു പേപ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 150 ദിർഹംസ് കൊടുത്താൽ ഒന്നുമില്ലെങ്കിൽ അത് ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസയെങ്കിലും അവിടെ ഉണ്ടാവും, സേഫ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ ലീഗലായിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് 1 ലക്ഷം വിലയുള്ള ഈ സ്ഥാപനം 2 ലക്ഷത്തിന് വിറ്റാൽ നിങ്ങൾക്ക് 40,000 തിരിച്ച് പൈസ വാങ്ങാൻ പറ്റും. അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈസൻസിൽ ലീഗലി നിങ്ങൾ പറഞ്ഞിരിക്കണം എന്നാണ് അതിന് ബേസിക്. കുറേ പറഞ്ഞ വോയിസിലോ വീഡിയോ ലോങ് ആയി പോകും, പക്ഷേ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് ഒന്നുകിൽ ലൈസൻസിൽ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ആ പൈസ കൊടുത്തതിനൊരു പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ലാതെ തന്നെ ആർക്കെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ കൊടുക്കും. ഇപ്പോൾ നമ്മളെ ബന്ധുക്കൾക്കാണെങ്കിൽ പോലും അയാളുടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടു, എന്തെങ്കിലും ചെക്ക് കേസ് കാര്യങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അയാളെ ജയിലിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങൾ എത്ര പൈസ കൊടുത്തത് 10,000 20,000 എത്ര ദിർഹംസ് കൊടുത്തെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു എന്നതിന് ലീഗലി നിങ്ങളൊരു പേപ്പർ ഉണ്ടാക്കുക. ആ പേപ്പർ തെസ്സിയിൽ പോകുക, അല്ലെങ്കിൽ കോർട്ടിൽ പോയിട്ട് ഒരു അക്കത് കറള് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് പിന്നെ കടം വാങ്ങിയതിൻ്റെ ഒരു പേപ്പർ. ആ പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാളും കൂടി പോയിട്ട് കാതിൻ്റെ മുന്നിൽ പോയി സൈൻ ചെയ്ത് പേപ്പർ കയ്യിൽ വെച്ചാൽ ഇയാൾ നാളെ പിറ്റേന്ന് പൈസ തന്നില്ലെങ്കിൽ ഇയാൾക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനും ട്രാവൽ ബാൻ അടിക്കാനൊക്കെ ആ പേപ്പർ ഉണ്ടെങ്കിൽ പറ്റും. ലീഗലി പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ വിരൽ കടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് പണം ഈ സാമ്പത്തികമായിട്ട് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ തകർന്ന ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഏത് സാമ്പത്തിക ഇടപാടെടുക്കുമ്പോഴും പേപ്പർ ഉണ്ടാക്കുക. അതുപോലെ മൂന്നാമത്തെ സംഭവവും ഈ പറയുന്നത് പോലെ തന്നെ സാമ്പത്തികമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഏതെങ്കിലും പരിചയമുള്ള സുഹൃത്തുക്കളെ മുഖേനയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫ്രീലാൻസ് വിസക്കൊക്കെ വേണ്ടി പൈസ കൊടുക്കും, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുക്കുന്ന സമയത്ത് മക്കളെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, നിങ്ങൾ പൈസ കൊടുത്ത അപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ റെസിപ്റ്റ് മേടിക്കണം. നിങ്ങൾ ബാങ്കിൽ പൈസ ഇട്ട് കൊടുത്തു എന്നതുകൊണ്ട് ആ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് കരുതി നിങ്ങൾ സേഫ് ആവില്ല. അയാൾ നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചതിന് തെളിവായിട്ട് ഒരു 100 ദിർഹംസിന് മേലെ ഏത് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിലും ഒരു ബില്ല് മേടിച്ചേക്കുക, ഒരു ഇൻവോയ്സ് മേടിച്ചേക്കുക. രണ്ടാമത്, കഴിയുന്നതും പരമാവധി ഈ ഡെപ്പോസിറ്റ് പരിപാടിയില്ലേ അത് ഒഴിവാക്കിയിട്ട് നേരിട്ട് കൊണ്ടുകൊടുക്കാൻ നോക്കുക. നേരിട്ട് സ്ഥാപനത്തിൽ പോകുമ്പോൾ നമുക്കറിയാലോ ആ സ്ഥാപനം നല്ലതാണോ അല്ലെങ്കിൽ ഏകദേശമൊക്കെ അറിയാൻ പറ്റും. പറ്റിക്കുന്നവർക്ക് എന്നാലും പറ്റിക്കാം. അവിടെ നേരിട്ട് പോയി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ട്രാവൽസിലെവിടെയെങ്കിലും അങ്ങനെയൊക്കെ കുറച്ചുകൂടി പരിചയമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരുപാട് ആൾക്കാർക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ള ഒരുപാട് ആൾക്കാരെ ഒരു സ്വപ്നമായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഏതെങ്കിലും ഈ കഫ്റ്റീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, ടൈപ്പിംഗ് സെൻറ്റർ ഇവിടെയൊക്കെ കുറച്ച് കാലം ജോലി ചെയ്താൽ ചില വ്യക്തികൾക്ക് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള പേഴ്സണാലിറ്റി ആവില്ല, ഒരു ബിസിനസ് തുടങ്ങാനുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഒന്നെങ്കിൽ നാട്ടിൽ വൈഫിൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ടാക്കും. ഞാൻ എപ്പോഴും പറയുന്ന നാട്ടിലെ ഭാര്യമാരുടെ സ്വർണം വിറ്റ് ബിസിനസ് തുടങ്ങാതിരിക്കുകയാണ് നല്ലത് ഞാൻ പറയും. വേറെ നിങ്ങൾക്ക് എത്ര ഫണ്ട് കിട്ടിയാലും എന്താണെങ്കിലും ഈ ഭാര്യമാരെ സ്വർണ്ണമില്ലേ അത് പരമാവധി എടുക്കാണ്ടിരിക്കാൻ, അത് നിങ്ങൾക്ക് പിന്നെ അവരെ ഉപ്പാർ കൊടുത്ത അല്ലെങ്കിൽ അച്ഛന്മാർ കൊടുത്ത അവരുടെ ബ്ലഡ് മണി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ അവർക്ക് ആ സ്വർണം മേത്തുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. അവർ മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ കാര്യം നാളെ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ അനാഥമാവൂലേ എന്ന് പേടിക്കാരം അവർക്ക്. അതുകൊണ്ട് ആരെങ്കിലും ഭാര്യമാരെ സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന് ഞാൻ പറയും. ഓക്കെ, അതുപോലെ ആ സ്വർണം കണ്ടു കാണാൻ നിങ്ങൾ പരമാവധി പ്ലാനിങ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന പറഞ്ഞാൽ ഈ ലൈസൻസ് ഓഫർ കണ്ട് പല ആൾക്കാർ ലൈസൻസ് തുടങ്ങും. പക്ഷേ ലൈസൻസ് തുടങ്ങുന്നതിന് മുന്നേ, ഫ്രീ സോണിലൊക്കെ ആണെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക മക്കളെ. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും മാഷാഅല്ലാഹ് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. പക്ഷെ പല ആൾക്കാരൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. UAE നിയമങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. നിങ്ങൾക്ക് ഏത് നിയമത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് അറിയാനുള്ള ഒരുപാട് സോഴ്സുകൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല
ക്രിസ്റ്റൽ ക്ലിയർ. അവിടുത്തെ ഇമിഗ്രേഷൻ, ലേബർ നിയമങ്ങൾ, ഫ്രീ സോൺ നിയമങ്ങൾ, ട്രേഡ് ലൈസൻസ് നിയമങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് അതിനൊരു സിസ്റ്റമാറ്റിക് ആയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഫ്രീ സോണിലൊക്കെ ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ അതിന് പിന്നെ ക്ലോസിങ് ചാർജ് ഉണ്ടോ, അതുപോലെ ചില ആളുകളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ 2 വർഷത്തെ വിസ എടുക്കും, 2 വർഷത്തെ ലൈസൻസ് എടുക്കും. പല ആളുകൾക്ക് ഇത് 2 വർഷത്തെ ലൈസൻസ് ഒരു കൊല്ലം കഴിഞ്ഞാൽ പുതുക്കണം എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അത് പുതുക്കിയില്ലെങ്കിൽ ആ 1 വർഷത്തെ ഫൈന് വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, കാര്യങ്ങൾ കറക്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫ്രീ സോൺ അല്ലെങ്കിൽ മെയിൻലാൻഡ് ആണെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ബിസിനസ്സിൽ തുടങ്ങും. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യണ പോലെയല്ല. ഒരാളൊരു കമ്പനിയിൽ 10 കൊല്ലം ജോലി ചെയ്താലും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് അയാൾക്കുള്ളൂ. ആ 10ാമത്തെ കൊല്ലം അയാൾ ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ കൈത്തൊഴിൽ അയാൾ പഠിച്ച പണി വെച്ചിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ആസ് എ ബോസ് അയാൾ ആദ്യമായിട്ട് ഫ്രഷറാണ്. മനസ്സിലായോ? അപ്പോൾ ആ ബോസ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പക്ഷേ അയാൾക്ക് മനസ്സിലാക്കണമെന്നില്ല. അത് അയാൾ ആ ബോസ് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾ തുടങ്ങുന്നത്, അവിടുത്തെ എമിറേറ്റിലെ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക. ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഡയറക്റ്റ് കയറി ചെല്ലുന്നതിന് പകരം നമ്മളൊരു കാര്യത്തിന് സീരിയസ് ആയിട്ട് നമ്മൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിളിച്ചിട്ട്, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് നമ്മൾ ഏതൊരു കാര്യം ഡയറക്റ്റ് കയറി ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ച് അവിടെ ഒരുപാട് ക്ലയൻസ് വരുന്നുണ്ടാവും. ആ രീതിയിൽ അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ പേര് ഒരു മുബീൻ ടൈപ്പിംഗ് ഫോർ എക്സാമ്പിൾ പറയാം. മുബീൻ ടൈപ്പിങ്ങിൽ ആണ് നിങ്ങളെ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്ററെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പോയിട്ട് സലാമാക്കുക. അസ്സലാമു അലൈക്കും, എന്താ വിശേഷം, റാഹത്തല്ലേ? ഓക്കെ, ഞാനിവിടെ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാവും, ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് കമ്പനി ആക്കിയിട്ട് പിന്നെ രണ്ടാമത് അവിടെ പോയിട്ട് ആദ്യം തന്നെ പോകുമ്പോൾ അവിടെ അവർ വരുന്ന ആളുകളുടെ രീതിയിൽ പരിഗണിക്കുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് ചില അഭിപ്രായങ്ങളൊക്കെ ചില ആളുകൾക്ക് അത് അങ്ങനെ ആ രീതിയിൽ ദഹിച്ചോളുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അനുഭവം പറയും. ഞാൻ ടൈപ്പിംഗ് സെൻറ്റർ നടത്തി ടൈപ്പിംഗ് സെൻറ്ററൊക്കെ വർക്ക് ചെയ്ത അനുഭവം വെച്ച് പറയും. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കമ്പനി ആയിട്ട് അവിടെ എനിക്കൊന്നൊരു ഒരു 10 അരമണിക്കൂർക്ക് സമയം തരണം എന്ന് പറയാം. എന്നിട്ട് ആ എമിറേറ്റിലെ നിയമങ്ങൾ മൊത്തം നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതായത് നിയമങ്ങൾ ഫുള്ളൊന്നും പഠിക്കാനാവില്ല, പക്ഷെ നിങ്ങളോട് ചെന്നിട്ട് ചോദിക്കുക, എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത്, കാര്യങ്ങൾ അറിയേണ്ടത്. ഞാൻ നാളെ ഒരാളുടെ എമിഗ്രേഷൻ കാർഡ് പുതുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് എമിഗ്രേഷൻ കാർഡ് എന്ന്, അത് പറ്റില്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എമിഗ്രേഷൻ കാർഡ് ഏതാ, ലേബർ കാർഡ് ഏതാ, അതുപോലെ ട്രേഡ് ലൈസൻസ് ഏതാ, ചേംബർ ഓഫ് കൊമേഴ്സ് ഏതാ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മുതലാളിമാരായ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. ടൈപ്പിംഗ് സെൻറ്ററിൽ മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നാൽ ടൈപ്പിംഗ് സെൻറ്ററിൽ നിങ്ങളോട് ഫൈൻ എടുക്കാൻ പറയും, നിങ്ങൾ ഫൈൻ എടുക്കേണ്ടി വരും. ഫൈന് വരാതെ ബിസിനസ് എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ബിസിനസ് മാൻ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കൊല്ലത്തിൽ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ അവരെ ഫൈന് കൊടുത്ത പൈസ അല്ലേ, ആ പൈസ ചിലപ്പോൾ ശമ്പളം കൊടുത്തതിനെക്കാട്ടിയും കൂടുതലുണ്ടാവും. മനസ്സിലായ? പിന്നെ എൻ്റെ ഒരു നിയമത്തിന് പുറത്തുള്ള കാര്യം പറയാം, തൊഴിലാളികൾക്കൊന്നും കറക്റ്റ് ശമ്പളം കൊടുക്കാത്ത ആൾക്കാർക്ക് എന്നും ഫൈനും ചൊറയും കാര്യങ്ങളൊക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു തൊഴിലാളിയെ വെച്ചിട്ട് അയാൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തുന്ന നമുക്ക് നിർബന്ധം, ബിസിനസ് നടത്തുന്ന നമ്മൾ വിരോധിക്കണം. അപ്പോൾ നമ്മൾ ബേസിക്കലി കറണ്ടും ബില്ലും ഇലക്ട്രിസിറ്റി മറ്റേ നെറ്റൊക്കെ അടക്കുന്ന പോലെ തന്നെ സാലറി കാണണം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉണ്ടെങ്കിൽ കൊടുക്കുന്ന സംഭവമല്ല ശമ്പളം. കാരണം ആ സ്റ്റാഫുകൾക്ക് അവരെ വീട്ടിൽ അരി ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ്. ഇനി നിങ്ങളടുത്ത് പണിയില്ലെങ്കിൽ അവർക്ക് വേറെ പുറത്ത് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം പരിഗണിക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ പൈസയൊക്കെ ബുദ്ധിമുട്ടായി കാര്യം അങ്ങനെയൊന്നുമില്ല. മാസം ഒരു ശമ്പളം വരെ, ആ ശമ്പളം കൃത്യമായി കൊടുക്കുക. പിന്നെ തോനെ കച്ചവടം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും കൈമടക്ക് കൊടുത്തോളി. പിന്നെ തൊഴിലാളികൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ തുടങ്ങുന്ന പുതിയ സ്ഥാപനമാണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുക. കാരണം റിസ്ക് നല്ല പഠിച്ചുകൊണ്ട് തരുന്നതാണ്. ആദ്യം ആരും കളിക്കാതിരിക്കുക. അങ്ങനെ ആരെയും കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരുണ്ട് പണിയില്ലാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കുന്ന ആൾക്കാരില്ല. അവർക്ക് നല്ല പണി കിട്ടിയ സമയത്ത്, നല്ല ജോലി കിട്ടിയ സമയത്ത് അതിനെ വക വെക്കാതെ എത്രാം ചെയ്യാതെ തോന്നിമാരി ജീവിച്ച ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ പഠിച്ചോ നല്ല ജോലി കൊടുക്കില്ല, വായിപ്പിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ അങ്ങനെയാണ് കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം കൂടി പറയണമെങ്കിൽ വട്ടാവും. ചുരുക്കി പറയാം. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഇതാണ്, എന്ത് ചെയ്യുക, സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ കാര്യങ്ങൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങുക എന്ന്. പിന്നെ അടുത്ത സംഭവം വേറൊരു മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റിയൊരു മിസ്റ്റേക്ക് വെച്ചെങ്കിൽ, സ്ഥാപനം ഏറ്റെടുത്ത് നടത്തൂലേ, നടക്കുന്ന സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എക്സ്പയറി ഡേറ്റ് എന്തൊക്കെ പുതുക്കാനുണ്ട്, എന്തൊക്കെയും കഴിഞ്ഞിട്ടുണ്ട്, അവിടെ ആർക്കെങ്കിലും ഫ്രീലാൻസ് വിസയായിട്ട് അവർ കൊടുത്തിട്ടുണ്ടോ, തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ, ആ സ്ഥാപനം നിങ്ങൾ എടുക്കുന്ന ദിവസം വരെയുള്ള തൊഴിലാളികളുടെ ഫുൾ ശമ്പളം കിട്ടിയെന്ന് നിങ്ങൾ തൊഴിലാളികളോട് ചോദിച്ച് ഉറപ്പ് വരുത്തി അവരൊന്ന് ഒപ്പ് പഠിക്കണം. അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് അവർ വേറെ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ച് കോടതി കേസ് പോയാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും.
അതുപോലെ ബിൽഡിംഗ് ഓണർക്ക് അതുപോലെ കഫാലത്തിൻ്റെ കഫീലിൻ്റെ പൈസ കൊടുക്കാണ്ടോ ഒക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞു ഒക്കെ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു കാര്യം. ഇനി ഞാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പൊതുവായി എല്ലാവർക്കും പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡില്ലേ, മൊബൈൽ കണക്ഷൻ, അത് നിങ്ങളുടെ പേരിലാണോ നിങ്ങൾ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ പേരിൽ ആക്കുക. പല ആൾക്കാരും ഇവിടെ വിസിറ്റിലൊക്കെ വരുന്ന സമയത്ത് അമ്മായിൻ്റെ മക്കളും ഓല ആരെങ്കിലുമൊക്കെ തന്ന അമ്മോശന്മാരൊക്കെ കൊടുത്ത സിമ്മായിരിക്കും. പിന്നെ ആ അമ്മോശം ഇവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് പോയിക്കണമെങ്കിൽ പിന്നെ ഈ സിമ്മ് പുതുക്കുന്ന സമയത്ത് അമ്മോശൻ്റെ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിം ഒരു പുതുക്കി തരില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളെ ബിസിനസ്സിൻ്റെ ചാലക ശക്തി അല്ലേ. നിങ്ങളെ കസ്റ്റമർ മൊത്തം ആ നമ്പറിലേക്ക് വരും. അപ്പോൾ ഈ നമ്പർ പെട്ടെന്ന് ഒരു ദിവസം ബ്ലോക്ക് ആയാൽ അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് അങ്ങനെ അപ്പോൾ ആവുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പല ആൾക്കാരും നമ്പർ കട്ടായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒറിജിനൽ ഐ ഡി ആരുടെ പേരിലാണ്, അവർ ഐ ഡി എക്സ്പയർ ആയ സമയം കഴിഞ്ഞത് കട്ടാവും. അപ്പോൾ നിങ്ങൾ എമറൈസ് ഐ ഡി നിങ്ങളുടെ പേരിലല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സിം കാർഡ് നിങ്ങളുടെ പേരിലല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പേരിലാക്കുക. അതിന് ആരുടെ പേരിലാണോ സിം കാർഡ് ഉള്ളത് അയാളും കൂട്ടി അല്ലെങ്കിൽ എത്തിസലാത്ത് അല്ലെങ്കിൽ വിർജിൻ മൊബൈൽ സെൻറ്ററിലേക്ക് പോവുക, അത് സ്വന്തം പേരിലേക്ക് ആക്കുക. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന മിസ്റ്റേക്ക്. ഭയങ്കര പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്. പല ആളുകൾക്കും ബിസിനസ്സൊക്കെ പൂട്ടിപ്പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് പല ആൾക്കാരും പറയാൻ മടിക്കുന്നൊരു കാര്യം കൂടിയാണ്. ഇവിടെ ബിസിനസ് നടത്തുന്ന സമയത്ത് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കേസുകളുണ്ട് കേട്ടോ. കുറച്ചൊരു തന്തവൈബാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഫീമെയിൽ സ്റ്റാഫുകളൊക്കെ ഹയർ ചെയ്യും. അപ്പോൾ അവരോട് സ്റ്റാഫ് എന്ന നിലക്ക് മാത്രം പെരുമാറുക. വളരെ ബിസിനസ്സിൻ്റെ നടത്തുന്ന മുതലാളിമാർ ഫീമെയിൽ സ്റ്റാഫുമായി ഓവറായിട്ട് മിംഗ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പല ആളുകൾക്കും ബിസിനസ് തന്നെ പൊട്ടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെന്ത് കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ പറയണില്ല, അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുക. ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഫീമെയിൽ സ്റ്റാഫുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസയിൽ കൂടെ പോണ വഴി കാണില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ബിസിനസ് പൊട്ടിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി സ്ത്രീകളായിട്ട് പെൺകുട്ടികളെ അവരെ ഇഹ്തിറാമ് കീപ്പ് ചെയ്തിട്ട് അവരുമായി നല്ല രീതിയിലുള്ള സൗഹൃദം നിലനിർത്തുക. മുതലാളിമാർ സ്റ്റാഫുമായി അനധികൃത ബന്ധം അല്ലെങ്കിൽ നമ്മൾ പറയില്ല വഴിവിട്ട ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ഥാപനം പൂട്ടുന്ന ഡേറ്റ് എന്നാണെന്ന് മാത്രം പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, ഒരു ക്വാളിറ്റി ലൈഫ്, അതുപോലെ ക്വാളിറ്റി പ്രവാസി ജീവിതം ഉണ്ടാവണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒരു എപ്പിസോഡ് കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇവിടെ കമൻറ്റ് ചെയ്യാം. കുല്ലു ആം വ അൻതും ബിഖൈർ. അസ്സലാമു അലൈക്കും.